ഓണമല്ല എന്ത് വിശേഷവും ആയിക്കോട്ടെ, ബോളി ഇല്ലാതെ തിരുവനന്തപുരത്തുകാർക്ക് എന്താഘോഷം. നല്ല നെയ്ബോളിയിൽ ചൂട് പാൽപ്പായസം ഒഴിച്ചൊരു പിടിയുണ്ട്. ആ രുചി അറിയണമെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ വരണം. പക്ഷേ ഇവിടെ കഥയിൽ ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്. ബോളിപ്പെരുമ അറിയാൻ പഴയ തിരുവിതാംകൂറിലാണ് എത്തിയിരിക്കുന്നത്. ഇത് തിരുവട്ടാറിലെ ബോളിത്തെരുവ്, ബോളിപ്പോറ്റിയുടെ വീട്. പോറ്റി, നമസ്കാരം. നമസ്കാരം. ബോളിപ്പോറ്റിയുടെ മകൻ സതീശൻ പോറ്റി ഞങ്ങളെ പാചകപ്പുരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ബോളിപ്പോറ്റിയുടെ പാചകകല വിശദമായി പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ വെള്ളം തിളപ്പിക്കണം. കടലപ്പരിപ്പ് 2 പ്രാവശ്യം കഴുകിയിട്ടിടും. അല്ല, അതിൻ്റെ പരുവാകുമ്പം കംപ്ലീറ്റ് വെള്ളം മാറ്റും. മാറ്റിയിട്ട് അടുത്ത അളവിനുള്ള പഞ്ചസാര. ഇതിപ്പോ പഞ്ചസാര ഇട്ടതാണ്. അതിൻ്റെ കൂടെ ഏലക്കപ്പൊടി, ജാതിക്കപ്പൊടി, നെയ്യ് എല്ലാം ഒഴിച്ച് തിളപ്പിക്കും. ഏകദേശം 3-3.5 മണിക്കൂറാവും. പരുവാകുമ്പോൾ അടുത്ത് അരയ്ക്കും. അരച്ചെടുത്ത മാവ് ഈ ബോൾ മാതിരി ആക്കിയിട്ട് നമ്മൾ ഈ മൈദയിൽ വെച്ച് ഇങ്ങനെ കവർ ചെയ്യണം. പണി തുടങ്ങുന്നതിന് 1.5 മണിക്കൂറിന് മുമ്പ് മൈദ സെറ്റ് ചെയ്ത് നല്ലെണ്ണയിലിട്ട് ഒഴിച്ചു വയ്ക്കും. മൈദ എത്ര കുറയ്ക്കാൻ പറ്റുമോ കുറയ്ക്കാം. നമ്മുടെ ബോളി പരത്താൻ പാകത്തിലായിട്ടുണ്ട്. അത് പരത്താൻ വർഷങ്ങളുടെ പരിജ്ഞാനം വേണം. അത് ബോളിപ്പോറ്റിയുടെ മകൻ സതീഷ് പോറ്റിയുടെ മാസ്റ്റർ പീസാണ്. പരത്താൻ പഠിക്കണമെങ്കിൽ ഒരു 7-8 വർഷം ആവണം ആ ക്വാളിറ്റിക്ക് വരണമെങ്കിൽ. വെയിറ്റ് കൊടുക്കാതെ ചെറിയ ഒരു താളത്തിലാണ് പരത്തേണ്ടത്. ഇപ്പം 50 വയസ്സ്. എൻ്റെ 45 വയസ്സുണ്ട്. അറിവ് വെച്ച പ്രായം മുതൽ ചെയ്യുന്നത്. ആദ്യകാലത്ത് 5-10 വെച്ച് തരാച്ചേ. അങ്ങനെ പഠിച്ച് അങ്ങനെ ലെവലായി. കല്ല് ഫസ്റ്റ് ചൂടാവാൻ നല്ല തീ വേണം. ബോളിയുടെ ടേസ്റ്റ് വിറകടുപ്പ് ആയതുകൊണ്ട് ഒരു സൈഡ് തന്നെ നമ്മൾ നെയ്യ് തളിക്കുന്നത്, മറു സൈഡ് നെയ്യ് തളിക്കില്ല. അത് ചിലവർ നമ്മളടുത്ത് ഡൗട്ട് ചോദിക്കുന്നുണ്ട്, അത് പൂത്തതാണോ എന്ന്. പൂത്തതല്ല, പച്ചരിപ്പൊടിയാണ്. 1 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള പാചകകലയും പിന്നെ ഈ അമ്മമാരുടെ കൈപ്പുണ്യവും എല്ലാം ചേർന്നതാണ് ഇവിടുത്തെ ബോളിയുടെ രുചി. ഈ ബോളി എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ്. എൻ്റെ ബലമേ ഇവരാണ്. സ്ത്രീ കൂട്ടായ്മ 100 വർഷങ്ങൾക്ക് മുകളിലായി. അപ്പൂപ്പൻ തുടങ്ങിയാണ്. ഓരോ പാർട്ടികളെ തിരുവട്ടാർ ബോളി തന്നെ വേണമെന്ന് പറയും. കല്യാണത്തിൻ്റെയൊക്കെ 6 മാസം 1 വർഷങ്ങൾ മുന്നേ പറയും. നമ്മളല്ല, ദൈവമാണ് നമ്മളത് വെച്ച് നടത്തിക്കുന്നത്. പാചകപ്പുരയിൽ നിൽക്കുമ്പോൾ ജനലഴിയിലൂടെ പ്രായം ചെന്നൊരു മനുഷ്യനെ കണ്ടു. അത് തന്നെയാണ് ബോളിപ്പോറ്റി എന്ന് മനസ്സിലുറപ്പിച്ചു. അച്ഛന് 85 വയസ്സായി. ഇപ്പൊ തിരുവട്ടാറിലെ ബോളിയുടെ പെരുമ അറിഞ്ഞു. ഇനി ബോളിപ്പോറ്റി ആരാണ്? നരസിംഹം പോറ്റി നമ്മൾ കണ്ടില്ല. ഇതാണ് നരസിംഹം പോറ്റി. നമസ്കാരം. ബോളി വിശേഷമൊക്കെ അറിഞ്ഞു കേട്ടോ. ഈ ബോളിപ്പോറ്റി എന്നുള്ള പേരെങ്ങനെ വന്നത്? ഓരോരുത്തർക്ക് ഓരോ പേരുകൾ, ഡബിൾ പേരുണ്ട്. നമ്മൾ ബോളി ചെയ്യുന്നതുകൊണ്ട് ബോളിപ്പോറ്റിയും തെറ്റും. അച്ഛൻ മംഗലാറിന് പൂജയ്ക്ക് വേണ്ടി ഇവിടെ വന്ന് തുടങ്ങി. ഇപ്പോൾ മകനെ ഏൽപ്പിച്ചു. ബോളി തമിഴ്നാട്ടുകാരുടെ ആണോ അതോ കർണാടകത്തിൽ നിന്ന് വന്നതാണോ? കർണാടകത്തിൽ നിന്ന് വന്നതാണ്, ഉടുപ്പിയിൽ നിന്ന് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ മനസ്സിൽ 2 കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ബോളിപ്പോറ്റിയെ കാണണം, പിന്നെ ഈ ബോളിയുടെ രുചി അറിയണം. ബോളിയുടെ പെരുമ അറിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇവിടെ നിന്ന് രുചിക്കാതെ മടങ്ങും? കർണാടകത്തിൽ നിന്ന് ബോളി തിരുവിതാംകൂറിൽ എത്തിയതിന്റെ ചരിത്രം പറയുന്ന ബോളിത്തെരുവിൽ നിന്നും ക്യാമറാമാൻ പ്രേം ശശിക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്.